ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. വ്യാഴാഴ്ച ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് നമ്മൾ പുറത്തേക്കെല്ലാം പോയിട്ടുള്ളതും പിന്നെ ഗ്രോസറി പർച്ചേസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടിക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിക്കുള്ള വെളുത്തുള്ളിയ തൊളിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഇനി ഇതാ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പോളം മല്ലിയില, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും, പിന്നെ അതിൻ്റെ കുറച്ച് കുറവായിട്ട് ഒരു 1/4 കപ്പോളം പുതിനയിലയും, അത് രണ്ടും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടിക്ക് ചോപ്പറിൽ ഇട്ട് കൊടുക്കില്ല. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ തന്നെ മല്ലി പുതിനയില ഇതെല്ലാം ഒന്ന് ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ടേക്ക് ഈ ഒരു ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കലാണ്. ഇനി ഇതിന് ശേഷമാണ് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മസാല പൗഡേഴ്സാണ്. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 2.5 സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം പൊടിച്ചതും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂണ് വിനെഗറും. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഇതിന് മുമ്പായിട്ട് ഇതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. അങ്ങനെ ഇതാ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നതിൻ്റെ 2-3 മണിക്കൂർ മുമ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കലാണ്. ഇനി ഇതാ ഫ്രിഡ്ജ് നോക്കുമ്പം കഴിഞ്ഞ വാങ്ങിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകെല്ലാം കവറോടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റണം. ഇന്നിപ്പോൾ പർച്ചേസിന് പോകുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നോക്കുമ്പം നാരങ്ങയൊക്കെ നല്ലോണം വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് കളയലാണ്. പിന്നെ കുറച്ച് പച്ചമുളക് ഉള്ളതിൽ വാടിയതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നല്ലത് മാത്രമേ വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ എടുത്ത് വെക്കല്, വെജീസെല്ലാം എടുത്ത് വെക്കല് ഇങ്ങനെ വലിയൊരു ബോക്സിൽ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ആകുമ്പം എടുക്കാനും എളുപ്പമാണ്. പിന്നെ ഫ്രിഡ്ജാണെങ്കിൽ ഓർഗനൈസായിട്ട് നിൽക്കുകയും ചെയ്യും. ഇന്നിപ്പം രാത്രിക്ക് ലൈറ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ലൈറ്റല്ല, ഫുഡ് ഹെവിയാണ്, പക്ഷെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ചെറുതായതുകൊണ്ട് തന്നെ വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു ഫിലിം വെച്ചിട്ട് ഞാനും മോളും കണ്ടിരിക്കില്ല. ഇതിപ്പോൾ ഫിലിം വെക്കുന്നേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ മോള് കരയാൻ തുടങ്ങും. അപ്പോൾ കാർട്ടൂണായിരിക്കും. അങ്ങനെ കുറച്ച് ഫിലിമെല്ലാം കണ്ടിട്ട് നമ്മൾ രണ്ടാളും കൂടിയിട്ട് താഴെ പോകല. മോന് വരേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഓന് താഴെ പോയിട്ട് ഒന്ന് കൂട്ടല. ഇപ്പം എന്ന് പറയാൻ ഇവിടെ ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് പുറത്തിറങ്ങാനെല്ലാം. അങ്ങനെ ഇതാ മോൻ വരുന്നുണ്ട്. മോൻ ഇന്നിട്ട ഡ്രസ്സ് എന്ന് പറയുന്നുള്ളത് മോൻ്റെ സ്കൂളിൽ ഫൗണ്ടൻ ഡേൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. മൂപ്പര് വന്നപാടെ എന്നെ ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടില്ലേ. പക്ഷെ മുകളിൽ ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ മോനോട് പറഞ്ഞു നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ടി വിയെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷെ പോകുമ്പോൾക്ക് മോൻ്റെ ഫ്രണ്ടും പിന്നെ നെയ്ബറെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവർ ഒരേ കളിയാണ്. തിരിച്ച് വരാൻ വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇതാ ഈ ഒരു ഷെയർ ചെയ്യുന്ന വീഡിയോ ഞാൻ വാലൻറ്റൈൻസ് ഡേനെ അന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ഞാൻ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഒരു കേക്കിൻ്റെ ചെയ്യുന്നുണ്ട്. ബ്രൗണി കേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ അന്നേരം ഉണ്ടായ ഓർഡറിൻ്റെ പാക്ക് ചെയ്യുമ്പം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗദിയിലുള്ള ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും കേക്ക് ബ്രൗണീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഷെയർ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ ലിങ്ക് നോക്കിയിട്ട് നോക്കുക പേജെല്ലാം. ഇനി ഇതാ നേരത്തെ വീഡിയോനെ കണ്ടിന്യൂ ചെയ്യുക. വൈകുന്നേരത്തേക്ക് ഒന്ന് കോഫി ഉണ്ടാക്കി കുടിക്കലാണ്. ഡിന്നർ ഉണ്ടാക്കിയെടുക്കില്ല. ആദ്യം തന്നെ എയർ ഫ്രയറിലേക്ക് ഒരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് സോസേജാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിക്ക് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പാണെന്ന്. അതുകൊണ്ട് തന്നെ കുബൂസിനെല്ലാം കുഴച്ച് കഴിഞ്ഞാൽ പൊങ്ങിച്ചിട്ടാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് തന്നെ ചൂട് പാത്രത്തില്ല കുഴച്ച് വെച്ചിട്ടുള്ളത്. പിന്നെയെന്ന് പറയാൻ കുബൂസ് ഇപ്പം പക്കാലിൽ നിന്നെല്ലാം വാങ്ങിച്ചാൽ മതി. പക്ഷേ ഇന്നിപ്പോൾ എന്തോ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് തിന്നാനുള്ള ഒരു പൂതി. നമ്മൾ ഉണ്ടാക്കുന്നുള്ളതും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണെന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കലാണ്. പിന്നെ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ടാണ് പിസക്കും കൂടി എടുക്കുന്നുള്ളത്. അങ്ങനെ ഇതാ പിസ്സേൻ്റെ ബേസ് ഓവനിലേക്ക് വെക്കലാണ്. ഈ ഒരു ടൈമിന് സോസേജും കുക്കായി വന്നിട്ടുണ്ട്. ഇനി സോസേജ് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് എയർ ഫ്രയറിൽ വെക്കലാണ്. ചിക്കൻ അവിടെ നിന്ന് കുക്കായിക്കോളും. ഇനി നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ബേസ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് പിസ്സ സോസ്, ചീസ്, അതേപോലെ തന്നെ വെജീസ്, പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജും അതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കലാണ്. ഇതിലിപ്പം ഞാൻ കാര്യമായിട്ട് ഇതിനൊന്നും കാണിക്കുന്നില്ല. ഇത് മോനിക്ക് വേണ്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓനിക്ക് ഒരുപാട് വെജീസൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് തട്ടിക്കൂട്ട് അങ്ങനെ ഒപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ നേരത്തെ കുബൂസിനുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുക്കല. പിസയായി. പിന്നെ ചിക്കൻ ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് ഇതിലേക്കൊന്ന് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കില്ല. ഇതിൻ്റെ ഇടയിൽ സ്പ്രേ ബോട്ടിലിൻ്റെ ഓയിലും അതേപോലെ തന്നെ നോർമൽ സാധാ ബോട്ടിലിൻ്റെ ഓയിലെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കലാണ്. ഇനി ഇതാ കുബൂസ് ചുട്ടെടുക്കലാണ്. പാൻ വെച്ചിട്ടുണ്ട്. അന്നേരമാണ് ഒരു വലിയ പണി കിട്ടീനി. നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. ആദ്യത്തെ ഒരു കുബൂസ് ചുട്ട് രണ്ടാമതിട്ട് ഒരു ഹാഫ് കുക്കാകുമ്പോൾക്ക് ഗ്യാസ് തീർന്ന്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിൽക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. അന്നൊരു ക്രീപ്പ് ഉണ്ടാക്കുന്ന ഇതേപോലത്തെ ഒരു പാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്നിട്ട് അന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ എടുക്കലുണ്ടായിട്ടില്ല. ഈ ഒരു സാധനം അത്ര ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിലൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലേന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇതിൽ തന്നെയാണ് ഇപ്പം കുബൂസെല്ലാം ചുട്ടെടുത്തിട്ടുണ്ടായത്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നുള്ളത് ഇതൊന്ന് നല്ലോണം ചൂടാകുമ്പം തന്നെ ഓഫായി പോകും. എന്നിട്ട് പിന്നെ ആ ചൂടെല്ലാം ഒന്ന് കൂളായി പിന്നെ ആദ്യം ചൂടായി അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ വിചാരിച്ച പോലെ കുബൂസ് അങ്ങ് പൊങ്ങി കിട്ടുന്നില്ല. നമ്മളിപ്പം സ്റ്റൗവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അത്ര അടിപൊളിയിൽ പൊങ്ങുന്നില്ല, പക്ഷെ കുക്കാവുന്നുണ്ട്. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ആഗ്രഹം വെച്ചോണ്ടാന്ന് തോന്നുന്നു. ഗ്യാസെല്ലാം തീർന്നിട്ടുണ്ട്. അതിനെന്താണെന്ന് അറിയില്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവലുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ടുള്ളത് ലുലുവിലേക്കാണ്. കുറച്ച് ചെറിയൊരു പർച്ചേസേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉള്ളതും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിന്യൂ എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ന്യൂ വ്യൂവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.